ഹായ് ഗൈസ്, എന്തൊക്കെയല്ലേ? അങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അത്താഴത്തിന് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതേറ്റ് പോവുകയാണ്. ബാക്കിയൊക്കെ അങ്ങനെ നമ്മളെ പാർസലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോക്സാക്കി നമ്മളിപ്പോൾ ഷോപ്പിൽ ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 മണി 2:30 ആയിട്ടുണ്ടാവും. ഈ ടൈമിൽ നമ്മൾ പാർസൽ അത്താഴത്തിനുള്ള ഫുഡൊക്കെ നമ്മൾ ഈ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമ്മളെ പാർസലിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടാറ്റ ബൈ ബൈ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നമ്മൾ ഒരു 3:30 ആകുമ്പോഴത്തേന് കോളേജിൽ റീച്ച് ആവും. ഇവിടുത്തെ സെക്യൂരിറ്റി നമ്മൾ വണ്ടി ഉണ്ടാകാൻ തന്നെ അറിയാം. മൂപ്പരാണ് നമുക്ക് വന്ന് ഓപ്പൺ ചെയ്തത്. അങ്ങനെ മൂപ്പരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളെ പാർസലും കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ട് നമ്മൾ സെക്യൂരിറ്റിൻ്റെ ഒക്കെ ഏൽപ്പിച്ച് നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആകെ എന്തായത് സീനായത്. നമ്മളെ വണ്ടിയിൽ പെട്രോൾ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ് രാത്രി 3 മണിക്ക് പെട്രോൾ കഴിഞ്ഞ് എന്നിട്ട് റോട്ടിൽ നോക്കിയത്. അപ്പോഴാണ് ആര് വന്നത്, നമ്മളെ പ്രിയ സുഹൃത്ത് ആരോട്. അങ്ങനെ നമുക്ക് നമ്മൾ ആരോട് എത്തിയിട്ടുണ്ട്. അങ്ങനെ എണ്ണയിട്ട് വന്ന് ആരോട് എണ്ണ വാങ്ങാൻ മറന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ഓൻ്റെ വണ്ടിയിട്ട് റൂമിൽ തിരിച്ചാക്കിയിട്ട് നമ്മൾ വണ്ടിയിട്ട് തിരിച്ച് നമ്മൾ ഈ വണ്ടിയിട്ട് പോവാണ് മീൻ എടുക്കാനും കാര്യങ്ങളൊക്കെ. ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അടുത്ത സംഭവം എന്തായി, പോലീസുകാരെ നമ്മൾ പിടിച്ച് എന്താണ് ഇപ്പോൾ അതിരാത്രിക്ക് കറങ്ങി നടക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് പോലീസ് നമ്മൾ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അങ്ങനെ നമ്മൾ പറപ്പിച്ചുകൊണ്ടിരുന്നു 100-110 പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാത്ത് ഫിഷ് വാങ്ങാൻ വേണ്ടി ഒരു അരമണിക്കൂർ 1 അവറിൻ്റെ അടുത്ത് ഒരു സാധു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ നമ്മൾ അവരുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഭദ്രമായി പാർക്ക് ചെയ്ത് അവരുടെ വണ്ടി കയറി. അങ്ങനെ നമ്മൾ അവരുടെ ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ഗുണങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ പോയി ഏകദേശം അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആണ്. അതായത് ഇന്ന് ഫിഷ് എടുക്കാൻ പോയി ആൾക്കാരൊന്നും തിരിച്ചു വന്നിട്ടില്ല, മീൻ എത്തിയിട്ടില്ല എന്നുള്ള നഗ്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു. എന്നാലും നമ്മൾ വെറുതെ അവിടെ ഏതായാലും വന്നല്ല തേരാപ്പാര അവിടെ ഇവിടെയൊക്കെ നടന്ന് നമ്മൾ മാത്രമല്ല കുറേ ആൾക്കാർ പോസ്റ്റ് ആയിട്ടുണ്ട് അവിടെ, നമ്മളെ മാതിരി പോസ്റ്റ് ആയിരിക്കണവരാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ഫിഷ് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ്സിൻ്റെ കുറച്ച് നിഗൂഢങ്ങളായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ഫിഷർമാനെ കണ്ടത്. ഒരാളൊക്കെ 2 വജ്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി ഫിഷ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് സാഹസികമായി ഞാൻ അതിലേക്ക് ഇറങ്ങി അവരെ കയ്യിലുള്ള മീനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പോയി. അപ്പോൾ അവരിന്ന് പിടിച്ച ഫ്രഷ് മീനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മീനിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ഞാനും മീനിൻ്റെ ചെകളും കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി. ഐസ് ഓക്കെ. അങ്ങനെ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതുണ്ടെന്ന് വെച്ചപ്പോൾ നമുക്ക് അവിടുന്ന് ഉള്ളിൽ നിന്ന് സാധനം എടുത്തുന്നപ്പോൾ ഞാൻ അതിസമ്പന്നമായി പരിശോധിച്ച് നോക്കി. ഓക്കെ, ഫിഷും കാര്യങ്ങളൊക്കെ ഫ്രഷാണ്, നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ഷോപ്പിൽ കൊടുക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് ഫിഷും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞായറാഴ്ച അതുകൊണ്ട് നമുക്ക് ഫിഷ് ബിരിയാണി അത്യാവശ്യം മൂവാണ്. അത് നമ്മൾ 2 എടുത്ത് കണ്ട് പോകും. അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെറിയ കറിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഫിഷ് കറി ഫിഷ് മസാല കൊടുക്കണം. അപ്പോൾ അതിന് അനുയോജ്യമായ ഫിഷും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമായിരുന്നു. അപ്പോൾ അവൾ മാർക്കറ്റ് നോക്കി. അവസാനം അവർ വന്ന ബോട്ടിൽ നമ്മൾ കുറേ ചോദിച്ചൊക്കെ ഉള്ളിൽ കയറ്റുമെന്ന് അവർ കയറ്റിയില്ല. ഉള്ളിൽ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ക്യാമറ ആയിട്ട് ഉള്ളിൽ അലോഡല്ല എന്ന് പറഞ്ഞാൽ ക്യാമറ ഇല്ലാതെ ഇത്തോട്ട് ക്യാമറയിൽ ഞാൻ പോയി നോക്കി. ഓക്കെ, ഫിഷും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് നല്ലതായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വന്ന് അവിടെ ബാർഗെയിൻ ചെയ്ത് തുടങ്ങി. ഒരുപാട് നേരം ബാർഗെയിൻ ചെയ്ത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ലാസ്റ്റ് ബാർഗെയിൻ ചെയ്ത് നമുക്കുള്ള കൊട്ട ഇതാണ്. ഈ കൊട്ടയത്തെ അയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഡറിനനുസരിച്ചുള്ള ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അന്ന് തന്നെ പർച്ചേസ് ചെയ്ത് നമ്മളിവിടെ കൊടുക്കുന്ന ഫിഷും കാര്യങ്ങൾ ഡെയിലി പർച്ചേസ് ചെയ്യുന്നതാണ്. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് നിവർത്തി കെട്ടുകൊണ്ട് ഒരു കൊണ്ടുപോയിക്കുക എന്തെങ്കിലും തന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരെയൊക്കെ 2 മീനും വാങ്ങി.
അതേമാതിരി നമ്മുടെ സ്റ്റാഫിന് പിന്നെ നമ്മൾ ചെറുതായിട്ട് ഫിഷ് ഫ്രൈയും കാര്യങ്ങളും കൊടുക്കണം. അങ്ങനെ ഫ്രഷ് പിടയ്ക്കണ അയില നേരിട്ട് കടലിൽ നിന്ന് പിടിച്ചതാണ് നമ്മളോട്. വീണ്ടും ഞാൻ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ചേച്ചി പറഞ്ഞു എന്തെങ്കിലും. അങ്ങനെ നമ്മളെ കടയിലേക്കുള്ള ഫിഷിനെ ഓരോന്ന് പെറുക്കി നല്ലത് നോക്കി എടുക്കുന്നത് കണ്ട് ചേച്ചി എന്ത് ലാസ്റ്റ് നമ്മളോട് പറഞ്ഞു ആ കൊട്ടോടക്ക് ഞാൻ കൊണ്ടുപോയിക്കൊന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ കൊട്ടോടക്ക് മേടിച്ചു. നമുക്ക് ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം അയിലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ആ കൊട്ടയില പിടയ്ക്കണം നല്ല കടലിൽ ഡയറക്റ്റ് പിടിച്ച ആ ഫ്രഷറോട് നമ്മൾ ഷോപ്പിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ഫിഷൊക്കെ പർച്ചേസ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ റിട്ടേൺ അടിച്ചു. അപ്പോഴാണ് നാളെ നോമ്പാണ്, അത്തായം വയ്ക്കണം എന്ന് നോക്കും. അപ്പോഴാണ് നമ്മൾ ഡെയിലി പോയി കഴിക്കണ ഒരു ഇതിന് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയും നല്ല അടിച്ചാപ്പൊളി ചായം കിട്ടുന്ന കടൽ. അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ എടുത്ത് വാങ്ങി നോമ്പ് അത്തായാണ് കഴിച്ചു. അത്തായൊക്കെ കഴിച്ച് ഏകദേശം ഒരു 5 മണി ഏകദേശം ഒരു 5 മണി ആയപ്പോഴത്തേന് നമ്മൾ ഷോപ്പ് തുറക്കണ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളെ ഫിഷിനായിട്ട് നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ പൊറോട്ട മാസ്റ്ററും മറ്റാൾക്കാരൊക്കെ ഇവിടെ കട തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് 5 o'clock നമ്മൾ റിട്ടേൺ എത്തി കടയിലേക്ക് പോയി. അങ്ങനെ നമ്മളെത്തിയ ഫിഷും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങിന് കൊടുത്തുകൊണ്ട് നമ്മൾ ടാറ്റ ബൈ